രാഹുലെ, കേരളത്തിൽ നവവധുക്കൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗാർഹിക പീഡനങ്ങൾ. ഇപ്പോൾ ഇതാ നിറത്തിന്റെയും ഇംഗ്ലീഷ് അറിയാത്തതിന്റെയും പേരിലുള്ള പീഡനം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷ് അറിയില്ല. അത് കുട്ടി കോളേജ് വരെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. തീർച്ചയായും കുട്ടിക്ക് ബേസിക് ഇംഗ്ലീഷ് അറിയാതിരിക്കണമെന്നില്ല. മേ ബി ഇദ്ദേഹം വിചാരിക്കുന്നത് പോലെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ കുറച്ച് കളർ കുറച്ച് കുറവാണ്. അത് ഇദ്ദേഹം കല്യാണത്തിന് മുൻപ് എന്താണ് ഈ കുട്ടിയെ കാണാതെ കല്യാണം കഴിച്ചതാണോ? അതിനുശേഷം ഈ കുട്ടിയെ ചൂഷണം ചെയ്യാൻ എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ എങ്ങനെയൊക്കെ മാറുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഇതൊരു വർണ്ണവിവേചനത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിയാത്തതിലോ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനപ്പുറത്തേക്കുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ ആ ഒരു ആത്മഹത്യയിലുണ്ട്. കാരണം നമുക്കറിയാം 19-ാമത്തെ വയസ്സിലാണ് ആ കുട്ടി വിവാഹം കഴിക്കുന്നത്. 19 വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായപൂർത്തിയായി ഒരു വർഷം കൂടെ കഴിയുന്നതേ ഉള്ളൂ. ലീഗലി മാരേജ് ചെയ്യാനുള്ള ഒരു വർഷം കൂടെ കഴിയുന്നതേ ഉള്ളൂ. നമുക്കറിയാം ഒരു 19-20 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം നമ്മൾ ആ പ്രായം കഴിഞ്ഞ് വന്നവരാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ കുട്ടി നേരിടേണ്ടി വന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വലുതാണ്. കാരണം ഭർത്താവിൽ നിന്നും വർണ്ണവിവേചനം നേരിടുക, അതൊരു ഭാര്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിഷമം അത് തന്നെയായിരിക്കാം. കാരണം കറുപ്പിന്റെ പേരിൽ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുക, അതിനെ പറ്റി കളിയാക്കുക, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷം വളരെ വലുതായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷുകാര് വന്നപ്പോൾ നമുക്ക് ഇട്ട് തന്നിട്ട് പോയ ഒരു വർണ്ണവിവേചനമാണ് ഇപ്പോൾ നമുക്കുള്ളത്. രണ്ടും അതെ, ഇംഗ്ലീഷിന്റെ കാര്യവും അങ്ങനെ തന്നെയല്ലേ. ഇംഗ്ലീഷ് ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ല, അതും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് അറിയാതെ ഒരാൾ 10ാം ക്ലാസ്സും +2 എല്ലാം പാസ്സാവും? ഒരിക്കലും ഇല്ല. അപ്പൊ ഡിഗ്രിക്ക് വരെ വരണമെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മാത്രമേ ബേസിക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പോലെ അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ മേ ബി അദ്ദേഹം അവിടെ കാണുന്ന സ്ത്രീകൾ കുറച്ചുകൂടി ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ അദ്ദേഹത്തിന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണമായിരുന്നു. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഇദ്ദേഹത്തിന് ഈ കുട്ടിയുടെ ജോലി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അതിന് അത്ര വലിയ ഭാഷ മാത്രമാണ്. മലയാളമാണ് ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. ഈ മലയാളം പറയുന്നവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അത്ര പാടൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത്, 20 ദിവസമാണ് ഈ പെൺകുട്ടി ഇദ്ദേഹത്തിനൊപ്പം ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം ഇയാള് വിദേശത്തേക്ക് പോയി. എനിക്ക് ആദ്യം ഇതിൽ കുറ്റം പറയാനുള്ള കുട്ടിയുടെ പാരന്റ്സിനോടാണ്. കാരണം 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുക ഇന്നും ഒരുപാട് സ്ഥലങ്ങളിൽ അതുണ്ട്. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. പലരും 18 വയസ്സിന് മുമ്പിട്ട് കല്യാണം കഴിക്കും, രജിസ്റ്റർ ചെയ്യുന്ന ചിലപ്പോൾ 18 വയസ്സിന് ശേഷമായിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ എന്തിനാണ് ഒരു മിനിമം മെച്യൂരിറ്റി ലെവലിലേക്ക് കുട്ടികളെ എത്തിക്കുക, അല്ലെങ്കിൽ അവരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാൻ ശ്രമിക്കുക, അവർക്ക് അവരുടേതായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചതിന് ശേഷം കല്യാണം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവരെ തള്ളിയിട്ടാൽ പോലെ? എന്തിനാണ് ഒന്നും ഇട്ടും പൊട്ടും അറിയാത്ത പ്രായം? അതല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ സ്റ്റെബിൾ അല്ല, മെന്റലി സ്റ്റെബിൾ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആ കുട്ടി സ്റ്റെബിൾ അല്ല. ഇനിയിപ്പോ ഇയാളെ ഇട്ടിട്ട് പോന്നാൽ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ആ കുട്ടിക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടാകണമെന്നില്ല. അത് ആ ഒരു വയസ്സിൽ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച മാതാപിതാക്കളാണ് ഇതിൽ ആദ്യം തെറ്റ് ചെയ്തിട്ടുള്ളത്. അതെ, തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന ഒരു സമയമാണ് 18 തൊട്ട് ഒരു 25 വയസ്സ് വരെ. ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് നമുക്ക് വരുന്നതും. നമുക്ക് എല്ലാ വിധത്തിലുള്ള നമ്മള് മെച്യൂരിറ്റി ലെവലിലേക്ക് പോകുന്നത് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വെച്ചായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന വിഷമങ്ങളെ നമ്മൾ മറ്റൊരു രീതിയിലായിരിക്കും എടുക്കുന്നത്. ഈ ഇടക്കാലത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഭർതൃപീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ സ്ത്രീധനം ഉണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇസ്ലാം സമുദായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൊതുവെ എനിക്ക് തോന്നുന്നു അവർക്ക് മഹർ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഈ പെൺകുട്ടിക്ക് പുരുഷൻ മഹർ കൊടുക്കണം. മഹർ എന്ന് പറയുന്നത് അവരുടെ ഒരു വിലയായിട്ടാണ്, ആ സ്ത്രീയുടെ ഒരു വിലയായിട്ടാണ്. സമുദായത്തിന്റെ ഒരു രീതി വെച്ചിട്ട് പെൺകുട്ടിക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത്, അതാണ് മഹർ കൊടുക്കുക. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല. തിരിച്ച് കോടികൾ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്താണ് പെൺകുട്ടികളെ വിവാഹം. സ്ത്രീധനം എന്ന് പറയില്ലെങ്കിലും മകൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണമല്ലോ എന്നുള്ളൊരു ഡയലോഗിൽ ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ്, എന്തായാലും നല്ലൊരു തുക തന്നെ. അങ്ങനെ നമുക്ക് ഗൾഫിലുള്ള എല്ലാവരും റിച്ച് ആണെന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതലും വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് വരുന്നവര് വിദേശത്താണ്. അതുകൊണ്ട് നല്ലൊരു തുക കൊടുക്കണം എന്നൊരു രീതിയിൽ ഒരുപാട് പൈസ കൊടുക്കുന്ന ആളുകൾ ഉണ്ട്. അത് അനിവാര്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ്.
പക്ഷെ അങ്ങനെ കൊടുത്ത് ചിലപ്പം വീടും വസ്തുവും വരെ വിറ്റ് സ്ത്രീധനമായിട്ടൊരു തുക, സ്ത്രീധനം എന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും ഇത് എന്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പങ്കാണ് എന്ന് പറഞ്ഞ് വലിയൊരു തുകയായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഭർത്താവ് എടുത്ത് ചിലവാക്കി തീർത്തു കഴിഞ്ഞാലും ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് പോകും. എന്നിട്ടും വീണ്ടും അതിന്റെ പേരിൽ, കുറഞ്ഞു പോയതിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. തുറന്നു പറയാത്ത ഒരുപാട് പേരുണ്ട്. അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരുപാട് പേർ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പല പല കേസുകൾ ഉള്ളപ്പോഴാണ് പുതിയൊരു കേസ് വീണ്ടും വന്നത്. അതിനെ നിറത്തിന്റെ പേരിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിലും അതൊരു ആത്മഹത്യയായിട്ട് പ്രാഥമികമായ നിഗമനങ്ങൾ അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ആണെന്നുള്ളതാണ്. കാരണം ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സഹപാഠികളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ കുടുംബക്കാർ ഇത് വൈകിട്ടാണ് അറിഞ്ഞത് എന്ന് പറയുന്നു. എന്നെ പിന്നീട് അവിടെ അത്ഭുതപ്പെടുത്തിയത് ഈ ചെക്കന്റെ അമ്മയാണ്. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടി വിവാഹം കഴിച്ച ആളുടെ അമ്മ. അവര് പറഞ്ഞത് 20 ദിവസമല്ലേ ജീവിച്ചിട്ടുള്ളൂ, നീ എന്തിനാണ് ഈ വിവാഹത്തിൽ തൂങ്ങി പിടിച്ചിരിക്കുന്നത്, നിനക്ക് പൊക്കൂടെ. ഇതിൽ ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്, ഓക്കെ അവരത് പറഞ്ഞത് വലിയൊരു കാര്യമാണ്, ബാക്കിയുള്ളവരെ നീ ഇതൊക്കെ സഹിച്ച് ജീവിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് നിനക്ക് 20 ദിവസമേ ആയുള്ളൂ, ഒന്നും അല്ല, വേറെ നല്ലൊരു ജീവിതമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അവർ കൺവേ ചെയ്യാൻ നോക്കി. പക്ഷേ തന്റെ മകൻ ചെയ്ത കുറ്റത്തിന് ആ പെൺകുട്ടിയോടല്ല മകനോടാണ് അത് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടത്. അതാണ് ഒരു അമ്മയുടെ ധർമ്മം, അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നവർ ചെയ്യേണ്ടത്. ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞാലും സ്വന്തം മകനോട് പറയണം. ഇനിയൊരു പെൺകുട്ടിയെ ആ മകൻ വിവാഹം കഴിച്ചാലും അവളും ഇത് നേരിടേണ്ടി വരും. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ചുമതല കൂടി ഈ അമ്മയ്ക്കുണ്ട്. ആ അമ്മ അതും കൂടി നിർവഹിക്കണമായിരുന്നു. ഈ പെൺകുട്ടിയോട് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പൂർണ്ണമായി പറയില്ല, അത് നല്ലൊരു കാര്യമാണ് അവർ പറഞ്ഞത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഇതിൽ വലിച്ചു വാരി കിടക്കേണ്ട ആവശ്യമില്ല, വേറൊരു ജീവിതം നിനക്കുണ്ട്, നീ മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞത് അവര്. അല്ലാതെ ബാക്കിയുള്ള ചില അമ്മമാരുണ്ട്, ഇതൊക്കെ കല്യാണത്തിൽ ഉണ്ടാവും, നീ അങ്ങ് സഹിച്ച് ജീവിക്കണം എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവര് സൂപ്പറായിട്ട് അത് പറഞ്ഞു വെച്ചു. പക്ഷെ സ്വന്തം മകനെ തിരുത്താൻ അവർ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഈ കുട്ടി പറയുമ്പോൾ ആദ്യം തന്നെ നീ വീട്ടിൽ നിന്ന് പൊക്കോ എന്ന് പറയുന്നതിന് മുൻപ് ഞാനൊന്ന് മോനോട് സംസാരിച്ച് നോക്കട്ടെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളൊരു വാക്ക് അവർക്ക് പറയാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി അത് എടുത്തത് വേറൊരു രീതിയിലായിരിക്കും. ഒന്ന് ആലോചിച്ചു, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. സ്വന്തമായിട്ടൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായിട്ടല്ല, അല്ല, ഇപ്പൊ ഒരുപാട് പേര് ചേർന്നാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതെങ്കിലും അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു ഡിസിഷൻ തന്നെ പാളി പോയി കഴിഞ്ഞാല് ആ ഒരു മെന്റൽ സ്റ്റേറ്റ്, അത് ചെറിയൊരു കുട്ടിയാണ്. അത് ഈ 19 വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിക്കുന്നവരോടെല്ലാം പൊതുവെ നമുക്ക് ആ കുടുംബത്തിന്റെ ഒരു ടിപ്പിക്കൽ വ്യൂ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ഒരുവിധം ഒക്കെ ഒരു 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹം എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അവർക്കൊരു ജോലിയായി അവർ സെറ്റിൽഡ് ആവുന്ന സമയത്താണ് അവർ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ ഈ 18-19 വയസ്സിലൊക്കെ വിവാഹം കഴിക്കുന്നവർ ആ ഫാമിലി കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ടായിരിക്കും, അവർക്ക് ആ രീതി ഉണ്ടായിരിക്കും. 19 വയസ്സൊക്കെ വളരെ ചെറിയൊരു പ്രായമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് മിക്കവാറും വിവാഹമാണ് അൾട്ടിമേറ്റ്. ഈ പെൺകുട്ടിയുടെ ജീവിതം ഇരിക്കുന്നതേ വിവാഹത്തിലാണ്. ഇവര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നല്ലോണം പഠിക്കുമായിരുന്നു ഈ പെൺകുട്ടി, പിന്നീട് ആ പഠനം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ പഠിപ്പ് ഇല്ലാണ്ടായിപ്പോയി, അവൾ ശ്രദ്ധിക്കാതെ വന്നു. അതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇതാക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഇതുപോലെ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോൾ അവളുടെ വിവാഹം ഉറപ്പിച്ചു. അങ്ങനെ ഡിഗ്രിക്ക് ഞാൻ പോയി, അവൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് 1 മാസത്തിന് ശേഷമാണ് ഇവരറിയുന്നത് ഈ കുട്ടിയുടെ ഹസ്ബൻഡിന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട്, അവരങ്ങ് ഡൽഹിയിലാണ്. അപ്പൊ അവളുടെ ജീവിതം അവിടെ ഇല്ലാണ്ടായിപ്പോയി. കാരണം ഇവര് കല്യാണം കഴിക്കാൻ ഇനി 1 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാം എന്നുള്ളത് കൊണ്ട് +2 കഴിഞ്ഞ അവളെ ഡിഗ്രിക്ക് പറഞ്ഞയച്ചില്ല. ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ ഇഷ്ടപ്രകാരം ഈ കുട്ടിയെ ഏതൊരു കോഴ്സിന് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സിനാണ് പറഞ്ഞു വിട്ടത്. അവൾ പഠിച്ച് എവിടെയോ എത്തേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ നല്ല പഠിക്കാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷെ അതിനെയൊക്കെ അയാൾ തല്ലിക്കെടുത്തി. എന്നിട്ട് ഒരു ഷോർട്ട് കോഴ്സിന് പറഞ്ഞയക്കുന്നു, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് വീട്ടിലിരുത്തുന്നു. അവസാനം ഇദ്ദേഹം വേറൊരാളുടെ കൂടെ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ കുട്ടിയുടെ ജീവിതമല്ലേ അവിടെ ഇല്ലാണ്ട് ആർക്കാണ് നഷ്ടമായത് എന്നുള്ളതാണ്. ആ പെൺകുട്ടിക്ക് തന്നെയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ തിരുത്താൻ സാധിച്ചില്ലെങ്കിലും തിരുത്താനെങ്കിലും ശ്രമിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുന്നത്. അതെ, ഇത്തരം വാർത്തകൾ വരുമ്പോഴാണ് നമ്മളിപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കാലം ഒരുപാട് മാറി, നമ്മൾ അറിയാത്ത ഒരുപാട് വാർത്തകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പല കുടുംബങ്ങളിലും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1 മാസത്തിന് മുൻപ് തിരുവനന്തപുരത്ത് ഒരു നവവധു മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലെ സംസാരിച്ചതാണ്. പിന്നീട് ആ വാർത്ത എവിടെ എത്തി എന്ന് ആർക്കും അറിയില്ല, അതിന്റെ ഒരു അപ്ഡേഷൻസ് ഇല്ല. ആ വാർത്തയെല്ലാം മറന്നുപോയി. കാരണം അതിനുശേഷം ഒരുപാട് വാർത്തകൾ വന്നു,
അപ്പൊ അതിന്റെ പിന്നാലെയായി ഈ വാർത്തയും കുറച്ചു ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നാലും പക്ഷെ ചിന്തിക്കില്ല. അതിനകത്തെല്ലാം വേറൊരു കാര്യമുണ്ട്. കൃത്യമായ നിയമ നടപടി എന്ന് പറയുന്നത് 7 കൊല്ലത്തിന്, അതായത് വിവാഹം കഴിച്ച് 7 കൊല്ലത്തിന് മുമ്പിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ അതില് ഗാർഹിക പീഡനം ചുമത്തി ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകളെല്ലാം പോലീസിന് ഉണ്ട്. ഇങ്ങനെയുള്ള ദുരൂഹ സാഹചര്യങ്ങളിൽ അതെല്ലാം കൃത്യമായി പോലീസ് ഉപകരിക്കും. ചിലപ്പോൾ അയാളുടെ ഭാവി തന്നെയായിരിക്കും അതുകൊണ്ട് ഇല്ലാതായി പോകുന്നത്.